ഹലോ കൂട്ടുകാരെ, നമുക്ക് മത്തൻ കൊണ്ട് ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ട് ഒരു ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ഒഴിച്ച് കറി ഉണ്ടാക്കിയെടുക്കാം. മത്തനെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു കുക്കറിനകത്ത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിനകത്ത് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, ഒരു പച്ചമുളക്, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ വെള്ളവും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് 2 വിസിൽ കേൾപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കൈപ്പിടിയോളം തേങ്ങ എടുത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. കുക്കർ തുറക്കുമ്പോൾ നന്നായിട്ട് വെന്ത ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ മത്തൻ. അങ്ങനെ സ്പൂണ് കൊണ്ട് മത്തനും എല്ലാം നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. എല്ലാം ഉടച്ച് എടുത്തതിന് ശേഷം നമ്മൾ ആ തേങ്ങയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. തേങ്ങയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് ഒരു തിള മാത്രമേ വരാൻ പാടുള്ളൂ. ഈ തിളച്ച് മറിയാനൊന്നും പാടില്ല. തിളച്ച് മറിഞ്ഞാൽ ഈ കറിയുടെ ടേസ്റ്റ് മൊത്തവും പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമ്മൾ ഓഫ് ചെയ്ത് ഇതുപോലെ അടച്ച് വെക്കണം. അതിനുശേഷം നമ്മൾ കടുക് വറുക്കണം. കടുക് പൊട്ടിച്ചതിന് ശേഷം ചെറിയ ഉള്ളിയിട്ട് മൂപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ വറ്റൽ മുളക്, കറിവേപ്പിലയിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്ത തേങ്ങ മസ്റ്റാണ്. ഇതും ആഡ് ചെയ്ത് കൊടുത്ത് നല്ല ഫ്ലെയിമിൽ തന്നെ ഇട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോവാതെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നേരെ ആ കറിയിലേക്ക് ഒഴിച്ച് ആ കറിയിൽ നിന്നും കുറച്ചെടുത്ത് നമ്മൾ അമ്മമാരൊക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടില്ലേ, കറിയിൽ നിന്നും കുറച്ചെടുത്ത് അപ്പോൾ ആ കടുവറുത്ത ചീനിച്ചട്ടിയിലോട്ടാക്കിയതിന് ശേഷം തിരിച്ചൊഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഈ കറി ഇളക്കാൻ പാടില്ല, അടച്ച് തന്നെ വെക്കണം. പിന്നെ നമ്മൾ ചോറ് കഴിക്കുന്ന ടൈമിൽ നമ്മളിതിൻ്റെ അടപ്പ് തുറന്ന് നന്നായിട്ട് എല്ലായിടും ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതി. ആ തേങ്ങ വറുത്തിടുന്നതും കടുക് വറുക്കുന്നതും എല്ലാം ഇതുപോലെ തന്നെ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒരു കറിയും വേണ്ട. ഓഫീസിൽ നിന്നൊക്കെ വരണവർക്കെല്ലാം പെട്ടെന്ന് രാത്രിയോ പകലോ എപ്പോഴും വേണോ എന്നൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻസിൽ അഭിപ്രായങ്ങൾ പറയണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഈസി റെസിപ്പി ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.